കാലം ചെയ്ത മറപ്രയം മെത്രാപ്പൊലീത്ത കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ മേലധ്യക്ഷനായിരുന്നു. അരനൂറ്റാണ്ടിനോടടുപ്പിച്ച് ഒരു സഭാ ശുശ്രൂഷകനായി ഈ പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്ത തിരുമേനി കൽദായ സഭയ്ക്ക് നേതൃത്വം നൽകി. സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ വരെയായി ആഗോളതലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സഭാധ്യക്ഷനാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് മറപ്രയം മെത്രാപ്പൊലീത്തയുമായി ഒരടുത്ത ബന്ധമുണ്ട്. സുറിയാനി സഭാ പഠനത്തിന്, സുറിയാനി ഭാഷാ പഠനത്തിന്, സുറിയാനി പൈതൃക പഠനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു സഭാധ്യക്ഷനായിരുന്നു മറപ്രയം മെത്രാപ്പൊലീത്ത. അതുകൊണ്ട് തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സീരിയുമായി ബന്ധപ്പെട്ട കോട്ടയത്തുള്ള ഗവേഷണ കേന്ദ്രം, പഠന കേന്ദ്രം ആരംഭിക്കുന്നതിന് പിതാവ് അക്കാലത്ത് നൽകിയ വലിയ ഒരു പിൻബലം അത് അമൂല്യമാണ്. തിരുവല്ല രൂപതയുടെ അന്നത്തെ അധ്യക്ഷൻ ഭാഗ്യസ്മരണാർഹനായ ഐസക് മാർ യൂഹാനൻ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ചേർന്ന് നിന്ന് ഈ ഒരു ആശയത്തെ ഏറ്റവും തീവ്രമായി പ്രോത്സാഹിപ്പിച്ച ഒരു സഭാധ്യക്ഷനാണ് കൽദായ സഭയുടെ മാർ അപ്രയം മെത്രാപ്പൊലീത്ത. ഇവിടെ നടന്ന എല്ലാ ലോക സുറിയാനി സമ്മേളനങ്ങളിലും അദ്ദേഹം സന്നിഹിതനായിരുന്നു. വിദേശത്ത് വെച്ച് നടന്നിട്ടുള്ള എല്ലാ സെമിനാറുകളിലും സീരിയുമായി ബന്ധപ്പെട്ട എല്ലാ ആലോചനകളിലും അപ്രയം മെത്രാപ്പൊലീത്ത സജീവ സാന്നിധ്യമായിരുന്നു. ഈ അതുല്യമായ സുറിയാനി പാണ്ഡിത്യമുള്ള ഒരു സഭാധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അനുശോചനവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു. സഭയുടെ പരിശുദ്ധ സുന്നകദോസിൻ്റെ സെക്രട്ടറി, തിരുവല്ല അതിരൂപതയുടെ മെത്രോപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ ഡോക്ടർ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തൃശ്ശൂരിലെത്തി മറപ്രയം മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും സഭയുടെ അനുശോചനവും സഭയുടെ ബന്ധവും അവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സമയം നമ്മുടെ സഭയുടെ മുഴുവൻ പേരിൽ കേരള കത്തോലിക്ക സഭയുടെ നാമത്തിൽ പ്രത്യേകമായി മറപ്രയം മെത്രാപ്പൊലീത്തയുടെ ദേഹവിയോഗത്തിനുള്ള അനുശോചനവും പ്രാർത്ഥനയും കൽദായ സുറിയാനി സഭയുടെ മേലധ്യക്ഷനായ, ഭാരതത്തിലെ മേലധ്യക്ഷനായ മറോഗിയൻ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും സഭാമക്കളോടും വൈദികരോടും ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഈ ധന്യാത്മാവിന് നിത്യ ശാന്തി നേരുന്നു.